ബസ്സിനുള്ളിൽ കയറി കണ്ടക്ടറെ ആക്രമിച്ച മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട വടകര താലൂക്കിലാകെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലാണ്. 3-ാം ദിവസത്തിലേക്ക് ഈ ഒരു പണിമുടക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു. ഒരു സംഘം ആളുകൾ ചേർന്ന് ബസ്സിലേക്ക് കയറി കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. കൺസെഷനുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലുള്ള മർദ്ദനത്തിലേക്ക് കലാശിച്ചതെന്നാണ് പറയുന്നത്. ഇനി ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ ഒരു സമരത്തിന്റെ പേരിൽ എത്രയെത്ര ആളുകളാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ബസ് ജീവനക്കാർ പലപ്പോഴും നമ്മൾ എല്ലാവരും പറയുന്ന പലതരത്തിലുള്ള പോരായ്മകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിലും നല്ല ആളുകളുണ്ട്. എല്ലാവരും ഒരുപോലെ എന്ന് പറയാൻ സാധിക്കില്ല. എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ഈ ഒരു കണ്ടക്ടർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു മർദ്ദനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആദ്യമായി പറയാനുള്ളത്. ഞാനത് പറയുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ അതിന് താഴെ ബസ് ജീവനക്കാരെ തെറി പറയുകയും എന്നെയും ഉൾപ്പെടെ തെറി പറയുമായിരിക്കും. എങ്കിൽ പോലും പറയുകയാണ്, ഒരു സംഘം ആളുകൾ ചേർന്ന് ബസ്സിലേക്ക് കയറുക, ചാവിയും മറ്റ് കയ്യിലുള്ള വളയും ഒക്കെ ഉപയോഗിച്ച് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുക. ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതിലുള്ള ഒരു പ്രായമായ അമ്മ ഉൾപ്പെടെ എത്ര വേദനയോടെയാണ് കരഞ്ഞുകൊണ്ട് അടിക്കരുത്, കൊല്ലരുത് എന്ന് പറയുന്നത്. ശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും കണ്ടക്ടറെ വീണ്ടും ചീത്ത വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ ഇതിന്റെ പേരിൽ ഉണ്ടായ ഈ ഒരു ബസ് സമരം തികച്ചും ന്യായമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം അത്ര ക്രൂരമായി ഒരാളെ നമ്മൾ മർദ്ദിക്കാൻ പാടില്ല എന്ന് തന്നെയാണുള്ളത്. ഇപ്പോൾ 3-ാം ദിവസത്തിലേക്ക് സമരം കടന്നിരിക്കുമ്പോൾ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ പോകാൻ വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ജീപ്പുകളിൽ ഉൾപ്പെടെ സർവീസ് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നത്, അതായത് നാദാപുരം നിന്ന് വടകരയ്ക്ക് അല്ലെങ്കിൽ കുറ്റ്യാടി മുതൽ നാദാപുരം വരെ ഇത്തരത്തിലൊക്കെയാണ് സർവീസ് നടത്തുന്നത്, ജീപ്പുകൾ ഉൾപ്പെടെ. നമ്മൾ വിദ്യാർത്ഥികളാവട്ടെ 2 രൂപ കൺസെഷൻ നൽകി അല്ലെങ്കിൽ 5 രൂപ നൽകി ബസ്സിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇപ്പോൾ 25-30 രൂപ നൽകിയാണ് ഇത്തരത്തിൽ ജീപ്പുകളിൽ ഉൾപ്പെടെ സർവീസ് നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഉച്ച സമയമായിട്ട് പോലും ബസ് സ്റ്റാൻഡിൽ അനുഭവപ്പെടുന്ന തിരക്കാണ് ഇത്. ആളുകൾ പല ഭാഗങ്ങളിലേക്കും പോകാൻ പ്രയാസപ്പെടുകയാണ്. എന്നാൽ പോലും ആളുകൾ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് ഈ ഒരു സമരം തികച്ചും ന്യായമാണ് എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടും വരെ സമരം തുടരുമെന്നാണ് ബസ് ജീവനക്കാരും പറയുന്നത്. സമരം 3-ാം ദിവസത്തിലേക്ക് കടമ്പോൾ കൂടുതൽ റൂട്ടുകളിലേക്കും സമരം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വിവിധ ഇടങ്ങളിലേക്ക് ഇപ്പോൾ ജീപ്പുകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായി ആളുകൾ എത്തുന്നതും ഈ ഒരു തിരക്കും ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.